ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ, ഇത്രയും പേര് എടുത്തത് ഒരു പ്രാവശ്യം കൂടി പറയാം. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്, അതായത് ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യുക, ഫീഡിങ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞ് ജനിച്ച് ഉടനെ തന്നെ അമ്മ കുഞ്ഞിന് എന്ത് ചെയ്തിരിക്കണം, ഫീഡ് ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ലുക്കിംഗ് ഇൻടു ഓഫ് ഹൈ റിസ്ക് ന്യൂ ബോൺ, തീവ്രപരിചരണം ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ റഫറൻസ് സർവീസ് എക്സെട്ര, അതായത് റഫറൻസ് ആവശ്യമാണെങ്കിൽ നിലവിൽ ചികിത്സയിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ദെൻ അടുത്തത്, ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. ന്യൂ ബോൺ കെയറിന് വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്, കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. റൂമിംഗ് ഇൻ ദ ബേബി വിത്ത് ദ മദർ, കുഞ്ഞിനെ അമ്മയോടൊപ്പം തന്നെ കിടത്താനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റാതെ അമ്മയുടെ അടുക്കൽ തന്നെ വെക്കുക എന്നുള്ളതാണ്. Then keeping the baby warm, അതായത് കുഞ്ഞിനെ ചൂടിൽ സൂക്ഷിക്കുക എന്നുള്ളത്. Then extra care should be taken to the temperature in preterm and LPW baby, അതായത് ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക കെയർ കൊടുക്കുക, അവരെ ടെമ്പറേച്ചറിൽ കിടത്തുക എന്നുള്ളതാണ്. Then next one, keep the cot dry and clean, അതായത് കോഡ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക. കോഡ് എന്ന് പറയുന്നത് പൊക്കിൾപ്പൊടിയാണ്. Then the care provider should receive the newborn at given intervals after delivery. ഡെലിവറിക്ക് ശേഷം ഓരോ ഇടവേളകളിലായിട്ട് കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവ് ചെയ്തിരിക്കണം. ഓക്കെ, then protocols for entry to the labor room. എന്താണ് പ്രധാനപ്പെട്ട പ്രോട്ടോകോളുകൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ ലേബർ റൂമിൽ എൻട്രി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം. First one, entry to the labor room should be indirect. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അതായത് ഈ ലേബർ റൂമിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. അതായത് നമുക്കൊരു ബഫർ സോണിലൂടെ എന്ന് പറയാം. അതായത് നേരിട്ടുള്ള വഴി അല്ലാതെയുള്ള എന്താ പറയാ, ചെറിയ ചെറിയ വഴികളിലൂടെയാണ് നമ്മൾ എന്തിലേക്ക് കടക്കുക, ലേബർ റൂമിലേക്ക് പോവുക. ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോ അവിടേക്ക് വഴി ഉണ്ടാകണമെന്നില്ല. ഒരു ബഫർ സോൺ ആയിട്ട് തിരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് അവിടേക്ക് എൻട്രി ഉണ്ടാകുക. അതുപോലെ തന്നെ അവിടേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഷൂസ് മാറ്റിയിരിക്കണം, അതുപോലെ തന്നെ മാസ്ക് ധരിച്ചിരിക്കണം, ക്യാപ്പ് ധരിച്ചിരിക്കണം. അപ്പൊ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വിയേഴ്സ് എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു നേരത്ത് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത്സുകള് നമ്മൾ ഈ ഒരു സമയത്ത് ലേബർ റൂമിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ധരിച്ചിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദെൻ രണ്ടാമത്തെ പോയിന്റ്, entry to the labor room should be permitted only to the pregnant woman, her birth partner, doctors, nurse, ANM on duty and other support staff. Cleaning staff should be allowed പീരിയോഡിക് എൻട്രി. അതുപോലെ തന്നെ ലേബർ റൂമിലേക്ക് ആർക്കൊക്കെയാണ് പ്രവേശനം ഉള്ളത്? ലേബർ റൂമിലേക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ടോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ആർക്കൊക്കെയാണ് പ്രവേശനം ഉള്ളത്? പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ അല്ലെ, ഗർഭിണിക്ക് എവിടെ കിടക്കാം, ലേബർ റൂമിലേക്ക് പോകാം. അതുപോലെ തന്നെ അവരുടെ പങ്കാളിക്ക്, ഹസ്ബൻഡിന് എന്ത് ചെയ്യാം, ലേബർ റൂമിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കും. പിന്നെ ഡോക്ടർക്ക് പറ്റും, അതുപോലെ നഴ്സിന് പറ്റും, അല്ലെങ്കിൽ ANM ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി, ഈ ഡെലിവറിക്കൊക്കെ സഹായിക്കുന്ന ആളുകളിലെ സുഗതകർമ്മിണികൾ, അവർക്ക് എന്ത് ചെയ്യാം, അതിനകത്തോട്ട് കിടക്കാം. അതുപോലെ തന്നെ മറ്റ് ലേബർ റൂമുമായി പ്രവർത്തിക്കുന്ന മറ്റ് സ്റ്റാഫുകൾക്കും എങ്ങോട്ട് കിടക്കാം, ഈ ഒരു ലേബർ റൂമിലൊക്കെ കിടക്കാം. ഓക്കെ, പിന്നെ ക്ലീനിങ് സ്റ്റാഫിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, ലേബർ റൂമിൽ വരാം, ക്ലീൻ ചെയ്തിട്ട് പോകാം. എപ്പോഴും ഇല്ല, ക്ലീൻ ചെയ്യാവുന്ന ആ സമയത്ത് വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലേബർ റൂമിൽ പോകാവുന്നതാണ്. അപ്പൊ ഇത്രയും പേർക്കാണ് ഇങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുന്ന എൻട്രി ഉള്ളത്, ലേബർ റൂമിലേക്ക് എൻട്രി ഉള്ളത്. ആർക്കൊക്കെയാണ്? പ്രഗ്നന്റ് വുമൺ, ഹർ ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ്, ANM, then other support staff, then cleaning staff. ഓക്കെ, ഇത്രയും പേർക്കാണ് ലേബർ റൂമിലേക്ക് എൻട്രി ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. മൂന്നാമത്തെ പോയിന്റ്, ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം
Slippers, cap and mask should be worn by all visitors including the companion. അതായത് റൂമിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പ്രത്യേക കാര്യങ്ങൾ ധരിച്ചിരിക്കണം അല്ലെ. സ്ലിപ്പേഴ്സ് ഉണ്ടാവും അവിടെ ഇടാനുള്ള, അതുപോലെ തന്നെ ക്യാപ്പ്, മാസ്ക്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് ധരിച്ചിരിക്കണം. അതിനകത്ത് കയറുന്ന ആരാണോ അവർ ഇത്രയും കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. Okay. Then നാലാമത്തെ പോയിന്റ്, any visits of people other than on duty staff, pregnant woman and birth companion to the labor room should be short and timed to the task such as cleaning etc. ഇനി ഡ്യൂട്ടി സ്റ്റാഫ് അല്ലാതെ അല്ലെങ്കിൽ പ്രഗ്നന്റ് വുമൺ അല്ലാതെ ബർത്ത് കമ്പാനിയൻ അല്ലാതെ മറ്റാരെങ്കിലുമാണ് ലേബർ റൂമിൽ കടക്കുന്നതെങ്കിൽ അവരൊരു ഷോർട്ട് പീരീഡിനുള്ളിൽ പുറത്ത് കടന്നിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്ലീനിങ് സ്റ്റാഫ് ആണ് അവിടേക്ക് എൻട്രി ചെയ്യുന്നതെങ്കിൽ അവരുടെ ആ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ലേബർ റൂമിന് പുറത്ത് കടന്നിരിക്കണം. ഓക്കെ, then next one, male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. അതായത് നമുക്കറിയാലോ, ആശുപത്രിയാണ്, ലേബർ റൂം ആണ്, അവിടെ മെയിൽ സ്റ്റാഫുകളും ഉണ്ടാവാം അല്ലെ, പുരുഷന്മാരുണ്ടാവാം അല്ലെ. അതായത് ആ ഒരു സ്ത്രീകൾ മാത്രമല്ല, ചിലപ്പോ മെയിൽ സ്റ്റാഫുകളെ അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കാം. അപ്പൊ അവരെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് ലേബർ റൂമിൽ വരുവാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ലേബർ റൂം എന്ന് പറയുന്നത് ധാരാളം ഉപകരണങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ് അല്ലെ, എക്യുപ്മെന്റുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ചിലപ്പോൾ മെയിൽ സ്റ്റാഫ് കൂടിയേ തീരും. അപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങൾ കേടായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മെയിൽ സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാല് അവരെന്ത് ചെയ്തിരിക്കണം, ഈ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയുടെ പ്രൈവസിയെ മാനിക്കണം. ഓക്കെ, അതായത് അവരുടെ വേണ്ട രീതിയിലുള്ള പ്രൈവസി കൊടുത്തിട്ട് വേണം അവരവരുടെ ജോലികള് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? 4 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ, എളുപ്പമാണ് കേട്ടോ, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ് നോക്കാം കേട്ടോ. പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ലേബർ റൂമുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണുള്ളത്, പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോളുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, all the staff must wear personal protectives at the time of performing delivery and at all other times caps and masks must be worn. അതായത് എന്താണ് ഇവിടെ പറയുന്നത്, നല്ല രീതിയിൽ എന്ത് ചെയ്തിരിക്കണം, അതായത് എല്ലാ സ്റ്റാഫുകളും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ ഡെലിവറി സമയത്ത് എന്ത് ചെയ്തിരിക്കണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ ക്യാപ്സ്, മാസ്ക് എന്നിവയും എന്ത് ചെയ്തിരിക്കണം, വിയർ ചെയ്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, disposable sterile gloves should be used after accurate hand washing while examining or the delivery. Protocol for infection prevention, adherence, sorting out and disposable in the bins should strictly be adhered, and the protocol poster should be wall mounted in the area where color coded bins are located. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് കൈകൾ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഗ്ലൗസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഗ്ലൗസ് നമ്മൾ ഇടുന്നത് എപ്പോഴാണ്, നന്നായിട്ട് കൈ കഴുകിയതിന് ശേഷമായിരിക്കണം ഗ്ലൗസ് ധരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ പാലിച്ചിരിക്കണം. അതായത് ഇൻഫെക്ഷൻ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് അവിടെയുള്ള ലേബർ റൂമിലുള്ള ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കണം, ഒരു വാളിൽ പതിപ്പിച്ചിരിക്കണം. എന്തൊക്കെയാണ് ഇവിടുത്തെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോൾ എന്ന് വ്യക്തമായി ലേബർ റൂമിലെ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കണം. കളർ കോഡുള്ള ബിന്നുകൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിക്കണം. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ചിലപ്പോ പല കളറുള്ള ബിൻ കാണാൻ സാധിക്കും അല്ലെ. റെഡ് കളർ ഉണ്ടാവാം, യെല്ലോ ഉണ്ടാവാം, ഗ്രീൻ ഉണ്ടാവാം. അപ്പൊ ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ജോലി ഉണ്ട് അല്ലെ. ചിലതില് എന്താ പറയാ ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റ് ആയിരിക്കും ഇടുന്നത്, ചിലതില് നോൺ ഇൻഫെക്ഷസ് ആയിരിക്കും. അപ്പൊ രണ്ടും കളർ തിരിച്ചിട്ടായിരിക്കും, ഒന്നുകിൽ റെഡിൽ ഇടാം അല്ലെങ്കിൽ ഗ്രീനിൽ ഇടാം. അത് അവിടെ പേര് എഴുതി
വെച്ചിട്ടുണ്ടാവും എന്തിലാണ് ഇടേണ്ടത് അല്ലെ. അപ്പോ ബിന്നുകൾ എന്ത് ചെയ്തിരിക്കണം, അതായത് കളർ കോഡുള്ള ബിന്നുകൾ ഉപയോഗിച്ച് മാലിന്യങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ വിവിധ തരത്തിലുള്ള ബിന്നുകൾ കണ്ടിട്ടില്ലേ? ബിൻസ് റെഡ് കളറിലുള്ള ഗ്രീൻ കളറിലുള്ള ബിന്നൊക്കെ കണ്ടിട്ടില്ലേ? സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അവിടെ മാലിന്യങ്ങൾ വേർതിരിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ മാലിന്യങ്ങൾ തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പോ അതാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. അതായത് എന്തൊക്കെയാണ് ലേബർ റൂമില് ആവശ്യമായിട്ടുള്ള സൂപ്പർവിഷൻ, എന്തൊക്കെയാണ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ലേബർ റൂമിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മേൽനോട്ടങ്ങളാണ് അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ നിങ്ങള് ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ ഹു കോണ്ടാക്ട്സ് എ വിസിറ്റ് ഓഫ് ദ ലേബർ റൂം. അതായത് ലേബർ റൂം വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് സൂപ്പർവൈസർ പൂരിപ്പിച്ച് ഒപ്പിടണം. അപ്പൊ ലേബർ റൂം അവര് വന്ന് നോക്കുമ്പോൾ വൃത്തിയായിട്ടാണോ സൂക്ഷിക്കുന്നതെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ചെക്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പൂരിപ്പിച്ചിട്ട് ഫിൽ ചെയ്തിട്ട് അത് സൈൻ ചെയ്യേണ്ടത് ആരാണ്? ഈ ഒരു സൂപ്പർവൈസർ ആണ്. ഓക്കെ, സൂപ്പർവൈസർ ലേബർ റൂമുമായി ബന്ധപ്പെട്ട സൂപ്പർവൈസർ വന്നിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷം ചെക്ക് ലിസ്റ്റ് ഫിൽ ചെയ്ത് അതവര് സൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, then second point, the facility in charge should visit the labor room twice during each week. അതുപോലെ തന്നെ ഫെസിലിറ്റി ഇൻ ചാർജ് ആഴ്ചയിൽ 2 തവണ ലേബർ റൂം സന്ദർശിക്കണം. ഓക്കെ, അതായത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഫെസിലിറ്റി ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹം ആഴ്ചയിൽ 2 തവണ ലേബർ റൂം വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദ OPG/MU. നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നേ? MU എന്ന് തന്നെയാണോ കിടക്കുന്നേ? അതെ അല്ലേ? ഓക്കെ, OPG എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. MU എന്ന് പറഞ്ഞാൽ മെഡിക്കൽ യൂണിറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓഫീസർ എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഈ ഒരു ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ തലവൻ വന്നിട്ട് ദിവസത്തിൽ 2 തവണ ലേബർ റൂം സന്ദർശിക്കേണ്ടതാണ്. MO എന്നാണ് MU എന്നാണ് കിടക്കുന്നേ? MU ആണോ MO ആണോ? MU ആണ്. ഓക്കെ, മെഡിക്കൽ യൂണിറ്റ് എന്നാണ് കേട്ടോ ഫുൾ ഫോം വരുന്നത്. മെഡിക്കൽ യൂണിറ്റിന്റെ തലവൻ അല്ലെങ്കിൽ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ വന്നിട്ട് എന്ത് ചെയ്തിരിക്കണം? ദിവസത്തിൽ 2 തവണ ലേബർ റൂം വിസിറ്റ് ചെയ്യണം. ഒരു ദിവസത്തിൽ 2 തവണ വന്നിട്ട് എന്ത് ചെയ്തിരിക്കണം? ലേബർ റൂം വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, OPG എന്ന് പറഞ്ഞാല് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ്, the nursing supervisor, nurse in charge should visit at least once in every shift. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സിംഗ് ചാർജ് എന്ത് ചെയ്യണം? ഒരു തവണയെങ്കിലും ലേബർ റൂം സന്ദർശിക്കണം. അപ്പൊ ആരാണ് ഒരു തവണ സന്ദർശിക്കേണ്ടത്? നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സിംഗ് ചാർജ്. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ മതി. അവര് വന്നിട്ട് എന്ത് ചെയ്തിരിക്കണം? ലേബർ റൂം ഒരു തവണ വിസിറ്റ് ചെയ്തിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, the supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. പിന്നെ ലേബർ റൂമിലേക്കുള്ള ഉപകരണങ്ങൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടോ, അവിടെയുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ സൂപ്പർവൈസേഴ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്? ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ അവിടെ അവൈലബിൾ ആണോ, മരുന്നുകൾ അവിടെ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്.
Okay. Then sixth point, every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback of supportive supervision should also be shared during these meetings. So അതുപോലെ തന്നെ ലേബർ റൂമിലുള്ള എല്ലാ സ്റ്റാഫുകളെയും പങ്കെടുപ്പിച്ച് മന്ത്ലി റിവ്യൂ മീറ്റിംഗ് നടത്തണം. ഓക്കെ, അപ്പൊ ലേബർ റൂമായി പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളെയും വിളിച്ചുകൂട്ടി എന്ത് നടത്തിയിരിക്കണം? മന്ത്ലി റിവ്യൂ മീറ്റിംഗ് നടത്തിയിരിക്കണം. അവരിൽ നിന്ന് ഒപ്പീനിയൻസ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒപ്പീനിയൻസ് എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്? ലേബർ റൂമുമായി ബന്ധപ്പെട്ട സേവന നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിൽ നിന്ന് ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ മീറ്റിംഗ് വെക്കും അല്ലെ, ഇടക്കിടക്ക് മാസത്തിലൊക്കെ മീറ്റിംഗ് വെക്കും, അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ മീറ്റിംഗ് വെക്കും. ഇങ്ങനെ മീറ്റിംഗ് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് അവരുടെ കസ്റ്റമർ കെയർ നല്ലതാകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള സേവനമാണ് അവർ കൊടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ കണ്ടെത്തിയിരുന്നത്. അപ്പൊ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് അവിടെ വരുന്ന, അതായത് പ്രഗ്നന്റ് ലേഡീസിനുള്ള കെയർ, ന്യൂ ബോൺ കെയർ ഒക്കെ ഉയർന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ എല്ലാ മാസവും നടത്തണം. Okay. Then last, labor room should thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors looked into the labor room. Labor room നിയന്ത്രണങ്ങൾ ഇൻഫെക്ഷൻ കുറയ്ക്കാനും സുരക്ഷയും ചൈൽഡ് ബർത്ത് സമയത്തെ ഗുണനിലവാരവുമുള്ള സേവനങ്ങളും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അപ്പൊ എന്താണ് ലേബർ റൂം കൺട്രോൾസ് എന്ന് പറയുന്നത്? ഇൻഫെക്ഷൻ കുറയ്ക്കാനും അതുപോലെ സുരക്ഷ കൊടുക്കാനും അതുപോലെ ചൈൽഡ് ബർത്ത് സമയത്ത് ഗുണനിലവാരമുള്ള സേവനങ്ങളും ഉറപ്പാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തേക്കാം. ഇമ്പോർട്ടന്റ് പോയിന്റുകൾ തരാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷനില്, എന്താ പറയാ, നോട്ടബിൾ ഫങ്ഷണൽ ഏരിയ ഓഫ് മെറ്റേണിറ്റി വാർഡ്. അത് റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി, പോസ്റ്റ് ഡെലിവറി, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ലേബർ റൂം ഓൾസോ കോൾഡ്, എന്താണ് ലേബർ റൂമിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ബർത്തിങ് യൂണിറ്റ്. അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. LDRന്റെ ഫുൾ ഫോം എന്താ? LDRന്റെ ഫുൾ ഫോം ലേബർ ഡെലിവറി റിക്കവറി റൂം. ലേബർ ഡെലിവറി റിക്കവറി റൂം അല്ലേ. ഇനി മറ്റു ചില ഹോസ്പിറ്റലുകളിൽ LDR ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? LDRP അല്ലേ? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. The labor room complex should have enough light, power, backup, ventilation, triage area, clean utility area, autoclaved supplies, and common supplies such as towels, linen, etc. And linen vare underline cheya ട്ടോ. The labor room complex തുടങ്ങി linen etc. vare underline cheya. Then LDR എന്താണെന്ന് കേട്ടോ, അതായത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലെ LDR-നെ. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, ഡെലിവറി സോൺ.
അതിനകത്തത് 3 എണ്ണവും പഠിക്കാം. 3ന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ പഠിക്കാം. ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിന്റെ പരിധിയിൽ വരുന്നത്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് സോണിന്റെ പരിധിയിൽ വരുന്നത് ഏതെല്ലാം എന്ന് ചോദിക്കാം. അൺസ്റ്റെറൈൽ സോണിന്റെ ഏതൊക്കെയാ വരുന്നത്, അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ വരുന്നത്? അൺസ്റ്റെറൈൽ സോൺ ഏതൊക്കെയാ വരുന്നത്? വെയിറ്റിംഗ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ, പബ്ലിക് ഏരിയ, പബ്ലിക് യൂട്ടിലിറ്റി അല്ലെ. പ്രൊട്ടക്റ്റീവ് സോൺ ആണെങ്കിലോ പ്രീ ലേബർ റൂം, മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം അല്ലെ. പിന്നെ ഡെലിവറി സോൺ, ഡെലിവറി സോൺ, അത് 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ലേബർ ടേബിൾ ഈസ് വൺ ഓഫ് ദ ക്രൂഷ്യൽ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് യൂസ്ഡ് ഇൻ ദ ഡെലിവറി റൂം. അണ്ടർലൈൻ ചെയ്യുക. Labor table is one of the crucial tools and equipment used in the delivery room. Okay. Then ഓരോന്നും radiant warmer, sterilizers, fetal Doppler, fetal echocardiograph. Radiant warmer എന്താ? Radiant warmer ടെമ്പറേച്ചർ കൊടുക്കുന്നത്. പറഞ്ഞാൽ മതി. നീതു പ്രശാന്തേ, റേഡിയന്റ് വാമർ എന്താ? റേഡിയന്റ് വാമർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുക്കുക, ബേബിക്ക് ടെമ്പറേച്ചർ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അതുപോലെ റേഡിയോ വാർമർ എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസ് യൂസ്ഡ് മെയിൻലി ഹോസ്പിറ്റൽ ടു കീപ് ന്യൂ ബോൺ ബേബീസ് വാം. വെരി ഗുഡ്. Then fetal Doppler എന്താ? വിസ്മയ ബിനു, fetal Doppler To used to know the heartbeat of the baby. Okay. Then നീതു സ്റ്റീഫൻ, fetal echocardiograph എന്താ? അത് അമ്മയ്ക്കും അതേപോലെ തന്നെ ന്യൂസ് ബോയും ബേബിക്ക് ഒരേ ടൈം അവരുടെ ഹാർട്ട് ബീറ്റ് നോക്കാൻ കഴിയുന്നത്. അതായത് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് അറിയാനും അമ്മയുടെ യൂട്രിൻ കോൺട്രാക്ഷൻസ് അറിയാനും ഒരു ടൈമില് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. പിപിയുടെ ഫുൾ ഫോം ഓഫ് പിപി അണ്ടർലൈൻ ചെയ്യാട്ടോ. പിപി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ. Then standard precautions in labor room underline ചെയ്യാട്ടോ. ഹാൻഡ് വാഷിംഗ്, wearing protective clothing, proper disposal of biomedical waste, proper handling of sharp object, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. Then infection control and waste management. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. അത് വരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ തുടങ്ങി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വരെ. The next one, waste should be clear for disposal when 3-4 full. അത് ചോദിക്കാം ചിലപ്പോൾ കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 3-4 ഇഞ്ച് ഹൈറ്റ് ആവുമ്പോൾ വേസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? നമ്മള് ബിന്നില് വേസ്റ്റ് എന്ത് ചെയ്തിരിക്കണം? റിമൂവ് ചെയ്യണം. ഓക്കെ. എവിടുന്നാണ് അബിത പറയണ്ടേ? എവിടെ തുടങ്ങിയാ പറയണ്ടേ അബിത? പിന്നെ LBWയുടെ ഫുൾ ഫോം ലോ ബർത്ത് വെയിറ്റ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാരും നോക്കി വെക്കണം കേട്ടോ. ഹാൻഡ് വാഷിംഗ്, വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, അതെല്ലാം നോക്കി വെച്ചോളൂ. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ റെഫേഴ്സ് ടു തുടങ്ങിയിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വരെ അണ്ടർലൈൻ ചെയ്യുക.
പിന്നെ വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3-4 ഫുൾ, അത് അണ്ടർലൈൻ ചെയ്യാം. ദെൻ LBW, എന്താണ് ഫുൾ ഫോം LBWന്റെ? LBW ലോ ബർത്ത് വെയിറ്റ്. പിന്നെ ഈ നമ്മൾ ഇത് കണ്ടോ നിങ്ങള്, സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂമില് ഇത് കുറെ അധികം സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, മാസത്തിൽ 2 തവണ, ദിവസത്തിൽ 1 തവണ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടൈം എപ്പോഴാണെന്ന് മാത്രം. ഓക്കെ, ഇപ്പോ PG അല്ലെങ്കിൽ MU ഇൻ ചാർജ് ഓഫ് ദ ലേബർ റൂം ഈസ് റിക്വയർഡ് ഫോർ വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. ആ ഒരു സമയം മാത്രം, അത് ആരാണ്, അല്ലെങ്കിൽ ആ സമയം എപ്പോഴാണ്, അവർ എത്ര തവണയാണ് വരുന്നത്, അങ്ങനെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ചാർജ് ഷുഡ് വിസിറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഷിഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെ 6ാമത്തെ പോയിന്റ് നോക്കിയേ, എവറി മന്ത് ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ് ഷുഡ് ബി അറേഞ്ച്ഡ് അറ്റ് ഈച്ച് ഫെസിലിറ്റി അല്ലെ. മാസത്തില് റിവ്യൂ കമ്മിറ്റി നടത്താറുണ്ട് അല്ലെ, അപ്പൊ ആ ഒരു ടൈമും മറ്റൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ ആണോ? മിസ്സേ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് തൊട്ട് മുമ്പത്തെ സെന്റൻസ് ഇല്ലേ, ലാസ്റ്റ്, അതിലും 2 ടൈം നോക്കി വെക്കണമെന്ന് അന്ന് പഠിപ്പിച്ചപ്പോ പറഞ്ഞായിരുന്നു. അല്ലേ? ഓക്കെ, അത് നോക്കിയോ, അത് പറഞ്ഞില്ല, സോറി. ആ ടൈം കൂടി ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇവിടെ ഒരു ഡീറ്റെയിൽഡ് വാഷ് ഡൗൺ ഓഫ് ദ ലേബർ റൂം മസ്റ്റ് ബി ഡൺ അറ്റ്, ആ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേബർ റൂമും കണക്ടിങ് പാസേജും ദിവസത്തിൽ 2 തവണയെങ്കിലും ക്ലീൻ ആക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ശരി, ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് 2 months അല്ലേ? അതെ അതെ. അതൊന്ന് നോക്കി വെക്കുക ജസ്റ്റ് കേട്ടോ. ചിലപ്പോ ഉണ്ടാവണമെന്നില്ല ക്വസ്റ്റ്യൻസ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ചിലപ്പോ ഒഴിവാക്കാം, എന്നാലും നോക്കി വെക്കുക, അത്രയും മതി കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ ടീച്ചർമാരും എടുത്തോ? ചെക്ക് ചെയ്തായിരുന്നോ? നോക്കിയോ? എടുത്തു മിസ്സേ, കംപ്ലീറ്റ്. എന്റെ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായുള്ളൂ അല്ലേ? ഓക്കെ. മുമ്പത്തെ ചാപ്റ്റേഴ്സിലൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാന്? മറ്റേ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഏതാ പറയണ സാർ? എന്താ ഏതാ പറയുന്നത് സാർ? മുമ്പെടുത്ത ചാപ്റ്റേഴ്സ്, മുമ്പെടുത്ത ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഓർമ്മയില്ലേ? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു തന്നിട്ടില്ലേ? ഉണ്ട്. അതാണ് പറഞ്ഞത് കേട്ടോ. പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതൊക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ലാബ് റൂമിൽ ടൈമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ഇപ്പൊ? ടൈമിന്റെ കാര്യങ്ങൾ ഓരോ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ലേബർ റൂമിന്റെ വൃത്തിയാക്കേണ്ട സമയമൊക്കെ എപ്പോഴാണ്, ലേബർ റൂം കഴുകേണ്ടത് എപ്പോഴാണെന്ന്, അതാണോ പറയുന്നത്? ഓക്കെ.
അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ആ ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ടല്ലോ, യെസ് യെസ്. ഇൻഫെക്ഷൻ കൺട്രോളിന്റെ മുകളിലായിട്ട്. ഓക്കെ ഓക്കെ. Okay, the labor room and connecting passage should be cleaned at least twice a day. Soiled areas and cleaning of spillage should be done at the earliest time possible. A detailed wash down of the labor room must be done at least twice a month. ഓക്കെ ഓക്കെ. ഇത് നോക്കാനാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. എല്ലാം ഓക്കെ അല്ലേ? ഞാൻ എടുത്ത ചാപ്റ്ററുകളിൽ ഒന്നും മനസ്സിലാവാത്തതൊന്നും ഇല്ലല്ലോ? ഇല്ല മിസ്. ഓക്കെ ആണ്, എല്ലാം ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നന്നായിട്ട് വായിക്കുക കേട്ടോ. വായിച്ചാൽ മാത്രം പോരാ, റിവിഷനും കൂടി ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും കിട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഫുൾ ഫോമുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക. ഫുൾ ഫോമുകളൊക്കെ ഏകദേശം വരാറുണ്ട്, എപ്പോഴും വരാറുള്ളതാണ്. അപ്പം എക്സ്പാൻഡഡ് ഫോം, ഫുൾ ഫോം ഒക്കെ നന്നായിട്ട് നോക്കി വെക്കുക. പിന്നെ കാർഡ് കയറി വാരി വലിച്ച് പഠിക്കുന്നതിന് പകരം പോയിന്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറേയധികം ഈ PDF ആണല്ലോ, കുറേയധികം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് വലിച്ചു വാരി പഠിക്കാനായിട്ട് നോക്കരുത്. ഓരോ കാര്യങ്ങളും വായിച്ചതിന് ശേഷം ഒരു പാരഗ്രാഫിൽ ഒരു 5 സെന്റൻസ് ഉണ്ടെങ്കിൽ 5 സെന്റൻസിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണോ അത് നോട്ട് ചെയ്യുക ബുക്കില്. എന്നിട്ട് അത് റിവൈസ് ചെയ്യുക. അങ്ങനെ വായിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ കൺഫ്യൂഷൻ ഒക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഓക്കെ, നോട്ട് എഴുതി ചെറിയ ചെറിയ നോട്ട്സുകൾ, കുറിപ്പുകൾ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഫുൾ ഫോം വിടാനായിട്ട് പാടില്ല. എല്ലാത്തിന്റെയും ഫുൾ ഫോം ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഓക്കെ ഓക്കെ ആണല്ലേ? ഓക്കെ, അപ്പൊ ടെൻഷനൊന്നും ആവണ്ട, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നല്ല എക്സാം ആയിരിക്കുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ്, എല്ലാത്തിലും റിപ്ലൈ തരുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. സാർ, അതിലൊരു ANM എഴുതിയിട്ടുള്ളതല്ലേ? ഏതിലാണ്? പ്രോട്ടോകോൾ ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ANM എന്ന് പറഞ്ഞാല് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി. സൂതകർമ്മിണികളില്ലേ, ഈ പ്രഗ്നൻസിയിൽ നേഴ്സുമാരെ സഹായിക്കാൻ നിൽക്കുന്ന ആളുകളില്ലേ, അറിയോ അവരെ? കണ്ടിട്ടുണ്ടോ? ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി ആണ് കേട്ടോ ANM. ഓക്സിലറി നേഴ്സ് മിഡ്വൈഫറി. ഓക്കെ, ANM. സൂതകർമ്മിണികൾ എന്നാ പറയണവര് മലയാളത്തില്. നഴ്സുമാരെയൊക്കെ ഡെലിവറി ടൈമിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് ഇവര്. അവർക്ക് നന്നായിട്ട് ഡെലിവറി അറ്റൻഡ് ചെയ്യാൻ അറിയാം. പ്രസവം എടുക്കുന്നവരാണ് അവര് കേട്ടോ. ഓക്കെ 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 ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാനായിട്ട് താങ്ക് യു സോ മച്ച്. നന്നായിട്ടൊക്കെ പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു. എക്സാം ഡേറ്റ് ഇതിനകത്ത് പറയുമോ? അത് നിങ്ങളെ അറിയിക്കുക കേട്ടോ. നിങ്ങൾ ഇൻഫോം ചെയ്യും കേട്ടോ. താങ്ക് യു. ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. സ്റ്റഡി ലീവ് ഉണ്ടാവും നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വരും കേട്ടോ. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇൻഫോർമേഷൻ വരും. ഓക്കെ, താങ്ക് യു.